ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു കേക്ക് റെസിപ്പി ചെയ്താലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. ചോക്കോ ക്രാൻബെറി കേക്കാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബർത്ത്ഡേ കേക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ട സ്പഞ്ച് കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് 1 കപ്പ് മൈദയാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഈ ഒരു കപ്പ് മൈദയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് കൊക്കോ പൗഡർ ഇട്ടുകൊടുക്കാം. ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. മുട്ട ഇതുപോലെ പതഞ്ഞ് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ മൈദ എടുത്ത ആ ഒരു അളവിൽ തന്നെ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറച്ചായി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മൾ മൈദ എടുത്തത് 1 കപ്പിൽ 3 ടേബിൾ സ്പൂൺ കുറച്ചിട്ടാണല്ലോ മൈദ എടുത്തത്. അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ഇതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഓയിലും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീറ്ററിൻ്റെ ആവശ്യമില്ല. വിസ്ക് വെച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. അടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ 1/3 കപ്പ് പാലുമാണ്. ഫസ്റ്റ് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്യാം. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്ലവർ മിക്സ് ഒരു 3-4 ബാച്ചായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു മോൾഡിലേക്ക് മാറ്റാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തത്. ഈ മോൾഡ് നല്ല ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് 7 ഇഞ്ചിൻ്റെ മോൾഡ് എടുത്തത്. ഹൈറ്റ് ഇല്ലാത്ത മോൾഡാണെങ്കിൽ ഒരു 8 ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ബാറ്റർ ബേക്ക് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് അങ്ങ് പൊങ്ങി വന്ന് പുറത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഹൈറ്റുള്ള മോൾഡാണെങ്കിൽ 7 ഇഞ്ച് എടുക്കാം. ഹൈറ്റ് ഇല്ലാത്ത മോൾഡാണെങ്കിൽ 8 ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം എൻ്റെ മോൾഡ് ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് 7 ഇഞ്ചിൻ്റെ എടുത്തത്. കുറച്ച് ഹൈറ്റായിട്ടുള്ളൊരു കേക്ക്, ടോൾ കേക്ക് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെടുത്തത്. അപ്പം ഇതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. സൈഡിലും താഴെയൊക്കെ ആയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെക്കാം. എന്നിട്ടൊരു 30 to 40 മിനിറ്റ് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫുള്ളായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് ചൂടൊക്കെ പോയതിന് ശേഷം ഇത് ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 6 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. 5 or 6 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടിയിട്ടാണ് കേട്ടോ 6 ലെയറായിട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. എന്നിട്ട് 5 ലെയറായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ലെയറായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ക്രീമിൻ്റെ മധുരം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മളിപ്പം ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം വിപ്പ് ചെയ്ത ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ടോട്ടൽ 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട. നമുക്കിത് ഫില്ലിങ്സിനും ആവശ്യമുണ്ട്. അതുപോലെ നമുക്ക് പുറത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ആവശ്യമുണ്ട്. അപ്പം ടോട്ടൽ ഞാനിവിടെ എടുത്തത് 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും ആണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്തൊരു ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ കുഴപ്പമൊന്നുമില്ല, അത് സ്കിപ്പ് ചെയ്യാട്ടോ ഇത്.
അപ്പം ഇതിൽ നിന്ന് കുറച്ച് ഗണാഷ് നമുക്ക് ഈ ഒരു ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിപ്പ് ചെയ്ത ക്രീമിൽ ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ചൂട് ഫുള്ളായിട്ട് പോയിട്ട് മാത്രമേ വിപ്പ് ചെയ്ത ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിപ്പ് ചെയ്ത ക്രീം മെൽട്ടായി പോകും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം കുറച്ച് ഗണാഷ് ഞാനിത് ഈ ഒരു ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ക്രീം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ബേസിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും എടുക്കുന്നത് പോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ സിറപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് വെള്ളത്തിൽ 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനിയിത് ഫസ്റ്റ് ലെയർ ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗണാഷിന് മേലെയായിട്ട് ഡ്രൈ ക്രാൻബെറീസ് ഇട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത്. അപ്പം ഇത് നമുക്ക് കുറച്ച് ഇതിന് മേലെ ഇട്ടെടുക്കാം. പിന്നെ ഈ ഒരു ക്രാൻബെറീസ് ഇതിലേക്ക് ഇട്ടെടുക്കും. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ഒരു വെള്ളമൊക്കെ പോയതിന് ശേഷം ഇട്ടെടുക്കാം. കാരണം ഡ്രൈ ക്രാൻബെറീസ് ആണല്ലോ. അപ്പം അതിൽ ആ ഒരു കഴുകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് കഴുകുന്നതെന്ന്. നമുക്ക് കഴുകിയാൽ അത് മനസ്സിലാവുക, വെള്ളം കണ്ടാൽ ഒരു പൊടി പോലെയൊക്കെ ഉണ്ടാകും. അപ്പം ഒന്ന് കഴുകിയിട്ടൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അതിൽ. അപ്പം ഇനി സെക്കൻഡ് ലെയർ വെച്ചിട്ട് നമ്മളിപ്പം ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെയാണ് എല്ലാ ലെയറും ചെയ്തെടുക്കുന്നത്. വെറ്റ് ചെയ്യാം, ക്രീം സ്പ്രെഡ് ചെയ്യാം, പിന്നെ ചോക്ലേറ്റ് ഗണാഷ് ഫില്ലിങ്സ് ആയിട്ട് ചോക്ലേറ്റ് ഗണാഷും അതുപോലെ ക്രാൻബെറീസാണ് ഇട്ടുകൊടുക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാ ലെയറും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ലെയറും വെച്ചിട്ട് ഇത് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രം കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അങ്ങനെ ഇതിലെ ക്രം കോട്ടിംഗ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് ഐസിങ് ചെയ്യാം. ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു അരമണിക്കൂർ കൂടി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കേക്കിലെ ക്രീമൊക്കെ ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഒരു ചോക്ലേറ്റ് ഗണാഷ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ടോപ്പിൽ ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിക്കുക. എന്നിട്ട് ആ കേക്കിൻ്റെ ടോപ്പിലും അതുപോലെ സൈഡിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല കേട്ടോ. അതായത് ഇതുപോലെ കുറച്ച് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗമാണ് കവർ ചെയ്തെടുക്കുന്നത്. ഒരു പാലക് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിൽ ഒരു സ്പൂണിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു പാലക് നൈഫ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ കേക്കിൻ്റെ സൈഡിലും അതുപോലെ കേക്കിൻ്റെ ടോപ്പിലും ഇതുപോലെ ഒന്ന് ലൈൻസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാനിത് കേക്കിൻ്റെ ടോപ്പിൽ കുറച്ച് ന്യൂട്ടെല എടുത്തിട്ട് ന്യൂട്ടെല ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ടോപ്പിൽ ഇതുപോലെ ഒന്ന് ലൈൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് വാൾനട്ട് വെച്ചെടുക്കുന്നുണ്ട്. അതുപോലെ നട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചോക്ലേറ്റ് കൂടി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്രാൻബെറീസും ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മേലെ വീണ്ടും കുറച്ച് ന്യൂട്ടെല വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ സൈഡിൽ താഴെയായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ്, ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെയാണ് ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു ടോപ്പർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയി. ഇതുപോലെ സിമ്പിളായിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. ഇനി ഇതിലെ ചോക്ലേറ്റ് ഗണാഷൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരം കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1 കിലോ 758 ഗ്രാമാണ്. അപ്പം 1.25 കിലോ ആണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോക്ലേറ്റ് ലവേഴ്സൊക്കെ ആണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കേക്കാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പം എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പിയാണ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.